പോണ്ടിച്ചേരിക്ക് പോണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്കും കണി കണ്ടത് പുള്ളിനെയാണ്. ഞാനിപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. രാവിലെ വരുമോയെന്നറിയായിരുന്നു, ബട്ട് ഇത്ര നേരത്തെ വരുമോയെന്ന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. ഇതിവിടെ രാവിലെ തന്നെ വേസ്റ്റ് എടുക്കാൻ വന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകും. എല്ലാ ദിവസവും ഓർക്കും അതൊന്ന് ക്യാപ്ചർ ചെയ്യണമെന്നുള്ളത്. നല്ല എനർജറ്റിക് ആയിട്ടാണ് അവർ വേസ്റ്റ് എടുക്കാൻ വരുന്നത്. വേസ്റ്റ് കൊണ്ടേ കൊടുക്കുന്നത് നമുക്കും കൂടി ഒരു എനർജി തരുന്ന രീതിയിലാണ് കേട്ടോ വണ്ടി വരാറുള്ളത്. പിന്നെ ദേ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ നോക്കിയായിരുന്നു. അന്നത്തെ ദിവസം നമുക്ക് ഉപ്പുമാവും കടലക്കറിയുമായിരുന്നു. അതൊക്കെ റെഡിയാക്കി ഉച്ചക്ക് നമ്മൾ ദേ ലഞ്ചിന് വേണ്ടി ഞാനും ദിവ്യ ചേച്ചിയും കൂടി ഞങ്ങളെക്കൊണ്ട് പറ്റണ രീതിയിൽ ഓരോ വിഭവങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയി ഉണക്കമീൻ മേടിച്ചായിരുന്നു കേട്ടോ. വലിയ ഗുമ്മൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഉണക്കമീൻ. ഇവിടുത്തെ ഉണക്കമീനിന് എന്തോ പറയും. സോ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ഉണക്കമീനാണെന്ന് തോന്നുന്നത് നല്ലത്. ഇനി നല്ലത് നമുക്ക് കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ദേ ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച ഉണക്കമീൻ. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ദേ അതൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ഉച്ചക്ക് ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് മൈസൂർ പാക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മൈസൂർ പാക്ക് ഇതായിരുന്നില്ല, ഞാൻ പറഞ്ഞു വിട്ടത് ഇതായിരുന്നില്ല. എന്നാലും സ്നേഹത്തോടെ മേടിച്ചിട്ട് വന്നില്ലേ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഷവായൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസമായിരുന്നു ദിവ്യ ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ മേടിച്ച് ടെറസിൽ പോയി ആഘോഷിച്ച് അർമാദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല ലേറ്റായിട്ടാണ് നമ്മൾ കയറിക്കിടന്ന് ഉറങ്ങിയത്. ലേറ്റായിട്ടാണ് കയറിക്കിടന്ന് ഉറങ്ങിയതെങ്കിലും പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കാൻ നമ്മൾ മറന്നില്ല. കാരണം അന്നത്തെ ദിവസമായിരുന്നു നമ്മുടെ പോണ്ടിച്ചേരി ട്രിപ്പ്. ഈ കാറ് നമ്മൾ റെൻറ്റിനെടുത്തതാണ് കേട്ടോ. ചേച്ചിയുടെ ഫ്രണ്ട് വഴി എന്തോ റെൻറ്റിനെടുത്തതാണ്. അപ്പോൾ ദേ ഇതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദേ രാവിലെ തന്നെ പോവുകയാണ്. പോണ്ടിച്ചേരി വ്ലോഗ് കാണാത്തവർ കയറി കാണണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ.